പാടുമ്പോ ഉള്ള ഓരോ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഹിപ്പിൽ വെച്ചിട്ട്. അതെ ഒരു ആക്ഷൻ സോങ് എങ്ങനെയായിരുന്നത്? അതിലേതാന്ന് ആലോചിക്കാം. അതിങ്ങനെ ചക് 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 അത് അങ്ങ് പഠിച്ചു. അതെ ഒരു കാര്യമുണ്ട്, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കത് പഠിച്ചു വരുന്നല്ലോ, പഠിച്ചു വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കാണിക്കും. ഇത് ആ സമയത്ത് ആ കുട്ടിക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ എന്താ ഒരു നല്ല ഐഡിയ കൊടുക്കാതെ. അപ്പൊ എന്തായാലും നന്നായിട്ട് പാടിയപ്പോ നാട്ടിൽ പോകാൻ പോവാ, ഉത്സവം കൂടാൻ. ആ ഉത്സവത്തിന് പോവാ, ഇന്ന് പോവാ. ഷൂട്ട് കഴിഞ്ഞിട്ട് പോവും. മോളെ നോക്കണേ, അവിടെ കൊടുത്തിരിക്കുന്ന ആന മുഴുവൻ എന്റെയാ. ഓർത്തോണേ, ആനയെ കാണുമ്പം വെറുതെ അടുത്ത് പോയിട്ട് MG അങ്കിൾ എന്ന് പറഞ്ഞ ആന നോക്കണോട്ടോ. അങ്ങനെ പറയുമ്പോ കുത്തൊന്നുമില്ല, ആന ഇങ്ങനെ ആകും, പേടിക്കും. ഞാൻ നിർത്തിയത് നിർത്തിയിരിക്കല്ലേ. മോളെ അടുത്ത് പോയിട്ടൊന്ന് വിളിച്ചു നോക്കാം, MG അങ്കിളെന്ന് വിളിച്ചു നോക്കാം. തൃശ്ശൂർ ആനയാണോ? ഇല്ല, ഇതെന്റെ സ്വന്തം. എനിക്ക് 25 ആനയുണ്ട്. ഈ ഉത്സവ സീസൺ ആകുമ്പോ പല സ്ഥലത്ത് 4, 3, 7 കേട്ട് കൊടുക്കും. പൈസ ഒന്നും വാങ്ങിച്ചോണ്ട് ഫ്രീ. അവരാഹാരമൊക്കെ കൊടുത്തോണം. ഇവിടെ രണ്ടെണ്ണത്തിനെ കൊണ്ട് നിർത്താൻ പറ്റില്ല. അതെന്താ? ഫ്ലോർ പൊളിഞ്ഞു പോകും. ഒരുപാട് ഇത്ര വിവരമില്ലല്ലോ. ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമില്ലല്ലേ? എന്തായാലും എന്റെ ആന അവിടെ കാണും. അടുത്ത് പോയിട്ട് MG ഒന്ന് വിളിച്ചാൽ മതി. അല്ലെ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തും പറഞ്ഞാൽ മതി. അടുത്ത് പോയിന്ന് MG അങ്കിളെ എന്ന് 2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഒന്ന് കൊടയും. ഓക്കെ, കലക്കി പാടി. ഇനി അങ്ങനെ തമാശകളൊന്നും വേണ്ട. നമ്മള് കണ്ട പഴയ മീനൂട്ടിയല്ല, ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം. മനസ്സിലായല്ലോ? താരപ്പതിട്ട് ഉയർന്നു നിൽക്കുകയാണ്. ആ ഒരു ലെവൽ കീപ്പ് ചെയ്യണം. പഴയ മീനൂട്ടിയല്ല, പഴയ മീനൂട്ടി അല്ലേ? ഡ്യൂട്ടിക്ക് ശേഷം ഓഫീസർ ഇൻ ചാർജ്. ഇങ്ങനെ ഒരു ക്യാരക്ടർ കയ്യിൽ ഭദ്രമായിരുന്നു, അതോ പേടിച്ചു പോയോ? ആദ്യം ഓഫീസർ ഒന്ന് വരണ്ടോ? ഇല്ല, സത്യത്തിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചെയ്തിരുന്ന ഈ ക്യാരക്ടർ. ഈ പടം തുടങ്ങിയപ്പോഴേ ഞാൻ ചെയ്യണമെന്ന് വെച്ചിരുന്ന ക്യാരക്ടർ അല്ലായിരുന്നു. ഞാൻ ഭയങ്കര അൺഎക്സ്പെക്ടഡ്, ആരും വിചാരിച്ചിട്ടില്ലായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. അവസാനം പടം കണ്ടപ്പോഴാണ് നല്ല താല്പര്യം. മീനൂട്ടിയിലൂടെയാണ്, മീനൂട്ടിയുടെ കഥയിലൂടെ അല്ലെ ക്യാരക്ടറിലൂടെയാണ് ഈ പടം അവസാനം വരെ പോകുന്നത്. കാത്തിരുന്ന ഒരു നല്ല സംഭവം, ഭയങ്കര നല്ല സംഭവം. പടം റിലീസ് ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും വലിയൊരു റോൾ ആണെന്നിൽ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് പടം ഭയങ്കര ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ മറന്നു പോകരുത് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് കാണിക്കരുത്. എന്നോട് അങ്ങനെ പറയാം. പഴയ മീനൂട്ടിനെ നഷ്ടപ്പെടില്ല. ഒരു ശകലം മാറിയോ സംശയമുണ്ടല്ലേ? അത് കുറച്ച് ദിവസത്തേക്ക് കാണും കേട്ടോ, കാര്യമാക്കട്ടെ. അവള് ജഗ കില്ലാടിയാണ് കേട്ടോ, നമ്മള് വിചാരിക്കുന്നതല്ലേ. കാന്താരി ഭയങ്കര സംഭവമാണ്. ഡെയ്നെ നോക്കി കണ്ട് നിന്നില്ലേ ഉണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൈ നിറയെ പടം വരട്ടെ. നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ പെട്ടെ, അപ്പോൾ നമുക്കൂടെ അഭിമാനിക്കാവുന്ന ഒരു സത്യം. സാധാരണ റിമി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും. എനിക്കെന്തൊരു ഫാമിലി. MG സാറിന് ഇപ്പൊ ലാസ്റ്റത്തെ തുടരുന്ന സിനിമ ഭയങ്കര റീല്, പുതിയ പാട്ട്. അപ്പൊ നമുക്ക് സന്തോഷം. ഇപ്പൊ എനിക്കൊരു നല്ല കാര്യം വന്നാൽ നിങ്ങൾക്ക് സന്തോഷം. ഗായകന് വന്നപ്പോ നമ്മുടെ ഓർക്കസ്ട്രയില് നമ്മുടെ ഫാമിലി പിള്ളേർക്ക് വന്നാലും ഒക്കെ നമുക്ക് സന്തോഷം. നമ്മളെപ്പോഴും ഗുണം പിടിച്ചിരിക്കണം. നമുക്ക് നല്ലത് മാത്രം. ഇതാണ് എന്റെ കുടുംബം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.